അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് തളിപ്പറമ്പ് കോംപ്ലക്സ് സർഗവസന്തത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ രാവിലത്തെ സെഷൻ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പം ഭക്ഷണത്തിന് ശേഷം ഭക്ഷണവും നമസ്കാരത്തിന് ശേഷമുള്ള സെഷനുകൾ ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4 വേദികളിലായിക്കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് പ്രോഗ്രാമുകൾ. നമുക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഓരോ ആളുകളോട് ചോദിച്ചു നോക്കാം. ഇവിടെ തളിപ്പറമ്പിൽ എത്രമാത്രം ഇതോടുകൂടിയാണ് പരിപാടികൾ നടക്കുന്നത്. അതോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങൾ രാവിലെ മുതലേ ഇവിടെ ഉള്ളതല്ലേ? അൽഹംദുലില്ലാഹ്. ഇവിടെ പരിപാടിയൊക്കെ എങ്ങനെ നടക്കുന്നു? ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഒക്കെ നല്ല സ്പീഡപ്പായിട്ട് പോകുന്നുണ്ട്. സമയാനുബന്ധമായിട്ട് അതിലേറെ ഒരു അരമണിക്കൂർ നേരത്തെ ഓരോ പരിപാടിയും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല കുറ്റമറ്റ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്. നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സർഗവസന്തം വളരെ ഭംഗിയായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഡിലേ ആയിരുന്നു കളി. ഇപ്രാവശ്യം വളരെ നന്നായിട്ട് നേരത്തെ പ്രോഗ്രാമുകൾ നന്നായിട്ട് നടന്നിട്ടുണ്ട്. സമയബന്ധിതമായ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഫുഡും വളരെ ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇതുവരെ കഴിഞ്ഞ മത്സരങ്ങളുടെ ഫലമായിക്കൊണ്ട് ഇവിടെയുള്ള ഓരോ മദ്രസകളുടെയും റിസൾട്ട്, റാങ്ക് നമുക്ക് ഇവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വന്നിട്ടുള്ളത് 1ാം സ്ഥാനത്ത് തളിപ്പറമ്പ് മദ്രസ തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തളിപ്പറമ്പ് മദ്രസ തന്നെയാണ് 1ാം സ്ഥാനത്ത് നിന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം കുറുമാത്തൂർ മദ്രസ 2ാം സ്ഥാനത്തും, ചുഴലി മദ്രസ 3ാം സ്ഥാനത്തും, ചെങ്കളായി മദ്രസ 4ാം സ്ഥാനത്തും, പൂവം മദ്രസ 5ാം സ്ഥാനത്തും, ചെറുപുഴ മദ്രസ 6ാം സ്ഥാനത്ത്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്കോർ നിലവാരം ഇരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ പരിപാടിയുമായി കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ഓരോ കുട്ടികളോടും നമുക്ക് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിപാടിക്ക് രാവിലെ മുതലേ ഉള്ളതല്ലേ? നല്ലതന്നെ. പരിപാടിയിൽ എങ്ങനെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ? ഉഷാറാണ്. ഇവിടെ പരിപാടി നമ്മുടെ ആടെ സ്റ്റേജിൽ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്ന അതിന് 3 പരിപാടിയും കൂടി ആക്കിയുള്ളൂ. ഓരോ വേദികളിലും കുട്ടികൾ നല്ലൊരു ചൂടേറിയ പോരാട്ടം തന്നെയാണ് തളിപ്പറമ്പ് കോംപ്ലക്സ് സർഗവസന്തത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്, ഉഷാറായിട്ട് അവസാനിക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏത് മദ്രസയാണ് മണ്ഡല കോംപ്ലക്സ് തലത്തിൽ ഓവറോൾ ചാമ്പ്യൻ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് വേദി 1-ലാണ്. മാഷാ അല്ലാഹ്, ഉച്ചയ്ക്ക് ശേഷമുള്ള മത്സരങ്ങളും ഇവിടെ ഒരു പ്രയാസമില്ലാതെ നല്ല രൂപത്തിൽ തന്നെ നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ധാരാളം കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളും അവരുടെ കഴിവുകൾ മാക്സിമം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ അറബി ഗാനമാണ് നടക്കുന്നത്. മാഷാ അല്ലാഹ്, ഇവിടെ ജഡ്ജ്മെന്റുമാരും ഒക്കെ നമുക്ക് ധാരാളം കുട്ടികൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ അവസ്ഥ ചോദിക്കാം. ഇവിടെ രാവിലെ മുതലുള്ളതല്ലേ? എങ്ങനെ പരിപാടിയൊക്കെ എങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നില്ലേ? മാഷാ അല്ലാഹ്, പരിപാടിയൊക്കെ ഉഷാറായിട്ട് തന്നെ ഇവിടെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. 4 വേദികളായിക്കൊണ്ടാണ് നമ്മുടെ സർഗവസന്തം നടക്കുന്നത്. 3 വേദികൾ നമ്മുടെ മദ്രസ ബിൽഡിങ്ങിൽ തന്നെയും 1 വേദി നമുക്ക് കാണാൻ കഴിയും അവിടെ ഗ്രൗണ്ടിലാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം കുറച്ച് കുട്ടികൾ ചേരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഏത് മദ്രസയാണ്? ചുഴലി മദ്രസ എന്നുള്ള ദായിബാണ് നമ്മോടൊപ്പം ഇവിടെ ചേർന്നിട്ടുള്ളത്. ദായിബ് ഏത് മത്സരത്തിനാണ് പങ്കെടുത്തിട്ടുള്ളത്? ഞാൻ ഹിഫുദുണ്ട്, സംഘഗാനം മലയാളം. ഇവിടെ എല്ലാവരും സംഘഗാനത്തിനുള്ളതാണ്? സംഘഗാനത്തിനുള്ളതാണ്. പരിപാടി കഴിഞ്ഞോ? ഇല്ലില്ല, തുടങ്ങാൻ പോകുന്നത്ര. ഉഷാറായിട്ട് അവതരിപ്പിക്കുക. ഉഷാറാവട്ടെ. ചുഴലി മദ്രസയിൽ നിന്നുള്ള ദായിബാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. പേരെന്ത്? യഹിയ. ഏത് മദ്രസ? സെൽഫി മദ്രസ തളിപ്പറമ്പ് മദ്രസ. യഹിയ ഏത് മത്സരത്തിനാണുള്ളത്? പ്രസംഗം, മലയാളം, അറബി, സംഭാഷണം, അതുപോലെ തന്നെ പദപ്പയറ്റ്. ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞോ? 3 പരിപാടികൾ കഴിഞ്ഞു. 3-ലും ഫസ്റ്റാണ്. 3-ലും ഫസ്റ്റ് നേടിക്കൊണ്ട് തളിപ്പറമ്പ് മദ്രസയിലെ യഹിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. എന്താ പേര്? ഇംദാദുർ റഹ്മാൻ. ഏത് മദ്രസ? കുറുമാത്തൂർ മദ്രസ. ഇംദാദ് ഏത് മത്സരത്തിനാണ് പങ്കെടുത്തിട്ടുള്ളത്? മലയാളം പ്രസംഗം. പരിപാടി അവസാനിച്ചോ? സെക്കൻഡ് കിട്ടി. ഇംദാദിന് മലയാളം പ്രസംഗത്തിൽ സെക്കൻഡ് കിട്ടി. അതുപോലെ തന്നെ ധാരാളം കുട്ടികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. പേരെന്താണ്? ഇഷാൻ ഇബ്രാഹിം. ഏത് മദ്രസ? ചെങ്ങളായി മദ്രസ. അങ്ങനെ വിവിധങ്ങളായ മദ്രസയിൽ നിന്നുള്ള ധാരാളം കുട്ടികൾ നമ്മോടൊപ്പം ഇവിടെ ചേർന്നിരിക്കുന്നുണ്ട്. എല്ലാവരും വളരെ സജീവമായിക്കൊണ്ട് തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്കോർ ബോർഡ് എഡിറ്റ് ചെയ്യുന്നതും ഓഫീസ് വർക്കും ചെയ്യുന്ന ആളുകളേക്ക് നമുക്ക് പരിപാടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് നീങ്ങാം. ഇവിടെ നമ്മോടൊപ്പം ജസീംക ചേരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.
പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്? അൽഹംദുലില്ലാ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതേസമയം ഇവിടെ ഇത് നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തന്നെ സ്ഥാപനത്തിൻ്റെ സ്കൂൾ ഓഫ് ഖുറാൻ്റെ അല്ലിത്തിക്കാനും കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് അവിടെയും ഇപ്പം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കുട്ടികളുടെ നല്ലൊരു പ്രോഗ്രാം നമ്മുടെ സ്ഥാപനങ്ങളിൽ പല തലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വളരെ ഉഷാറായിട്ട് കൊണ്ട് തന്നെ പരിപാടികൾ നടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ സ്കോർ ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉബൈദ് ക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപാടി മാഷാ അല്ലാഹ് വേറുറ്റ വാശിയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോംപ്ലക്സിലെ 6 മദ്രസകളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് തളിപ്പറമ്പ് കോംപ്ലക്സിലെ 2024-25 സർഗവസന്തത്തിൻ്റെ വിജയികളെ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ഒരു സ്കോർ ബോർഡ് എൻട്രിയിലാണ് നമ്മളുള്ളത്. മത്സരങ്ങൾ വേഗത്തിൽ അൽഹംദുലില്ലാ പൂർത്തിയായി. ഇപ്പോൾ തളിപ്പറമ്പ് അൽ മദ്രസ സലഫിയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. അതിൻ്റെ തൊട്ടുപിറകെ കുർമാത്തൂർ, അതുപോലെ തന്നെ ചുവലി, ചെങ്ങളായി മദ്രസകൾ, അവിടുത്തെ വിദ്യാർത്ഥികൾ ശക്തമായിട്ട് തന്നെ മത്സരരംഗത്തുണ്ട്. ഈ പരിപാടിയൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഇബ്രാഹിം ക. പരിപാടിക്ക് എങ്ങനെയുണ്ട്? പരിപാടി മാഷാ അല്ലാഹ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ 4 മണിക്ക് ശേഷം അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാഷാ അല്ലാഹ് കുട്ടികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എന്തില്ല, പരിപാടിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മാഷാ അല്ലാഹ് എല്ലാ വേദിയിലും വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതാണ് നമുക്ക് ഇവിടെ കപ്പുകൾ കാണാൻ പറ്റും. ഇത് ഓവറോൾ ചാമ്പ്യനുള്ള 1ാം സ്ഥാനത്തിൻ്റെ കപ്പും ഇവിടെ ഫസ്റ്റ് റണ്ണറപ്പിനുള്ള കപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ജസീമിക്ക് പറഞ്ഞതുപോലെ ഇവിടെ സർഗവസന്തം നടക്കുന്നതോടൊപ്പം നമ്മുടെ സ്കൂൾ ഓഫ് ഖുറാൻ അൽ-ഇത്ഖാൻ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അധ്യാപകനോടായ ഷബിൽ ബിൻ മുനീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാഷാ അല്ലാഹ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ. മാഷാ അല്ലാഹ് അവിടെ അൽ-ഇത്ഖാൻ രാവിലെ ഏകദേശം 8 മണിക്ക് തുടങ്ങി. എന്നിട്ട് ഏകദേശം ഇപ്പോൾ 2 മണിക്ക് പൂർത്തിയാകുന്നത്. അവിടെ കുട്ടികളുടെ ഖുർആനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മത്സരങ്ങൾ പൂർത്തിയായി. അവസാന ഘട്ടം എത്തിയ സമയത്ത് എല്ലാവരും ടൈറ്റായിരുന്നു. ഒരാൾ മറ്റാളുമായി വിട്ടുകൊടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇത്ര ടൈം. സാധാരണ ഒരു 12 മണി 12:30 തീരും. എന്നിട്ട് 1.5 മണിക്കൂർ നീണ്ടെടുക്കാൻ കാരണം ഭയങ്കര ടൈറ്റ് മത്സരമായിരുന്നുള്ളതാണ്. കുട്ടികളൊക്കെ വളരെ ഉഷാറായിട്ട് വളരെ ഉഷാറ് മാഷാ. തന്നെ അവിടെ ഉള്ള വാളണ്ടിയേഴ്സിപ്പ് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ പരിപാടി തീർന്നിട്ടാന്ന് അറിഞ്ഞപ്പം അവിടെയുള്ള വാളണ്ടിയേഴ്സിപ്പ് ഇങ്ങോട്ട് വരികയാണ്. അത്ര സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെയുള്ള വാളണ്ടിയേഴ്സും ടീച്ചേഴ്സ്മാരൊക്കെ നമ്മോട് സംസാരിച്ചത്. വളരെ ഉഷാറായിട്ട് തന്നെ 2 സ്ഥലത്തും പരിപാടികൾ നടന്നു. സ്കൂൾ ഓഫ് ഖുറാനിലെ പരിപാടി അൽ-ഇത്ഖാൻ അവസാനിച്ചെന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 4 മണിയോടുകൂടി നമ്മുടെ തളിപ്പറമ്പ് കോംപ്ലക്സ് സർഗവസന്തം അവസാനിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഓവറോൾ ചാമ്പ്യനും മറ്റു വിശേഷങ്ങളുമായി തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.